നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രഫലമാണ്. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ നല്ല ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് ഏതൊരു ജോലിയിൽ നിന്നും, ഏത് തരത്തിലുള്ള ജോലിയായാലും അതിൽ നിന്നൊരു മാറ്റം അനിവാര്യമായിട്ട് കാണുന്നുണ്ട്. ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താനുള്ള സമയം കൂടിയായിട്ടാണ് കാണുന്നത്. ഏത് തരത്തിലുള്ള ജോലിയായാലും ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താൻ സമയമായി. പലതരത്തിലുള്ള ധനലാഭം ലഭിക്കാനുള്ള സമയം കൂടിയാണ്. എന്നിരുന്നാലും ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരിക്കാം ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ആ എല്ലാ കാര്യങ്ങളും നിറവേറാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള കടങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു ഇതുവരെ. ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കടങ്ങൾ വീട്ടാനുള്ള സമ്പാദ്യം നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തുന്നതാണ്. അതിലുപരി നിങ്ങൾക്ക് അതിലേറെ സന്തോഷം എന്ന് വെച്ചാൽ ഭവന നിർമ്മാണത്തിനുള്ള ഒരു സമയം കൂടി കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതേ സമയത്ത് നടത്താനുള്ള ഒരു സമയം കൂടി ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നിശ്ചിതമായും ഒരു അലസത കാണപ്പെടുന്നുണ്ട്. ഒന്നിനും ഒരു താല്പര്യക്കുറവ്, ഒന്നിനും മുൻപോട്ട് നയിക്കാനുള്ള ഒരു തടസ്സം, എല്ലാം വേണം താനും, എന്നാൽ എല്ലാറ്റിനും ഒരു മടി. പഠന കാര്യത്തിലാണെങ്കിലും പിന്നോക്കാണ്. കാരണം പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതാനുള്ള ഒരു തടസ്സമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. എന്നിരുന്നാലും പ്രതീക്ഷിച്ച അത്ര അധികം വിജയിച്ചില്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ വിജയം കരസ്ഥമാക്കുന്നതാണ്. ഭവനത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സമയം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ വിവാഹം, അതല്ലാന്നുണ്ടെങ്കിൽ ഗൃഹപ്രവേശനം, അങ്ങനെയുള്ള മംഗളമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. ചെറിയ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാടായിട്ട് ചെയ്യുക. ആ നക്ഷത്രത്തിൻ്റെ ദിവസം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം ശുഭമായിട്ട് അനുഭവിക്കുന്നതാണ്.